നമുക്ക് കണ്ണുകളോടുള്ള ബാധ്യതകൾ എന്താണെന്നുള്ളത് ഒന്ന് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിൽ ഇരുത്തി ചിന്തിച്ച് ചെയ്യേണ്ട സംഗതിയാണ്. ഒന്ന്, വിശുദ്ധ ഖുർആന്റെ പാരായണവും പഠനവും അറബി ഭാഷയുടെ പാരായണവും പഠനമൊക്കെ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു മുസ്ലിമിൻ്റെ ബാധ്യതയാണ്. ഖുർആൻ പഠിക്കാൻ കഴിവില്ലാത്ത ആളുകൾക്ക് ഓക്കെ, നമ്മൾ പക്ഷെ നമ്മളെ മൈഷത്തിന് വേണ്ടിയിട്ട്, നമ്മളുടെ നിത്യജീവിതത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പോൾ ഒരു ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ, ഒരു കച്ചവടക്കാരനാണെന്നുണ്ടെങ്കിൽ, വേറെ അഡ്വക്കേറ്റ് ആണെന്നുണ്ടെങ്കിൽ, ഒരു സാധാരണ കുലിപ്പ്, എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ എഫേർട്ട് എടുക്കണം അല്ലേ? എഫേർട്ട് എടുത്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുള്ളൂ. എൻ്റെ ഉപ്പ പണ്ടപ്പോഴും എന്നോട് പറയാറുണ്ട്, നോ പെയിൻ നോ ഗെയിൻ. അതായത് നമ്മൾ പെയിൻ എടുത്താലേ നമുക്ക് ഗെയിൻ കിട്ടുള്ളൂ, പെയിൻ ഇല്ലെങ്കിൽ ഗെയിൻ ഉണ്ടാവില്ല, നേട്ടം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളുടെ കണ്ണുകൊണ്ട് നമ്മളെ സൃഷ്ടിച്ച, നമുക്ക് കണ്ണുകൾ തന്ന അള്ളാഹുവിനോട് ചെയ്യേണ്ട നന്ദി, കണ്ണുകളോടുള്ള ബാധ്യത, കണ്ണിനോടുള്ള ഹക്ക് തീർച്ചയായിട്ടും ഒന്ന്, നമ്മളുടെ ദീനിനെ പറ്റിയിട്ടും നമ്മളെ ഖുർആനെ പറ്റിയിട്ടും നമ്മളെ ഭാഷയും അറബി ഭാഷയും ഇത് പഠനം നമ്മളുടെ നിർബന്ധമായിട്ട് തീർച്ചയായിട്ടും ചെയ്യേണ്ട സംഗതിയാണ്. അപ്പൊ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് സമയമുണ്ട് അല്ലെ? എല്ലാത്തിനും സമയമുണ്ട്. ഇത് എന്തെങ്കിലും നമ്മളെ പിശാച് നമ്മളെ തെറ്റിപ്പിക്കും. എന്താണ് അതിപ്പോ നമുക്ക് പഠിച്ചാൽ മനസ്സിലാവില്ല, അതല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക സമയമില്ല, അതിപ്പോ എന്താ പറയുക ഇപ്പൊ ഇങ്ങനെ ആയില്ല, എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ആ ക്ലാസ്സുകളിൽ നിന്ന് പോവാൻ നമ്മളെ സമ്മതിക്കൂല, അതല്ലെങ്കിൽ ഖുർആന്റെ പഠനത്തിന് നമ്മൾ സമ്മതിക്കും, എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് തിരിപ്പുണ്ടാവും. ഇന്നിപ്പോ ക്ഷീണാണ്, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച മുതൽ ഉഷാറാക്കാം, അങ്ങനെ ഒരു സംഗതി ഇല്ല. ഒക്കെ ഈ പുകവലിക്കുന്ന ആളുകളോടും മദ്യപിക്കുന്ന ആൾക്കാരോട് നമ്മൾ പറയണത് നിങ്ങൾ ഇന്ന് നിർത്തിക്കോളിന്ന. ഇന്നേ നിർത്താൻ പറ്റുള്ളൂ, നാളെ നിർത്താൻ കഴിയില്ല, ഇന്ന് നമ്മൾ നിർത്തുക. അതുപോലെ തന്നെ ഖുർആൻ പഠനവും അറബി പഠനവും നമ്മളുടെ ദീനീപരമായിട്ടുള്ള പഠനം ഇന്ന് നമ്മൾ തുടങ്ങുക. അതാണ് എനിക്ക് ഇതിനുള്ള കണ്ണുകളുടെ ബാധയായിട്ട് ഒരു കാര്യം പറയാനുള്ളത്. രണ്ടാമത്തത്, അതിനോട് അനുബന്ധമായിട്ടുള്ള തന്നെ ശറഈയായുള്ള അറിവുകൾ കാണുന്ന ഗ്രന്ഥങ്ങളുടെ വായന. തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ള അവകാശം ഉണ്ടല്ലോ, എന്നാലും പിന്നെ സലായി എൻ്റെ മുമ്പിലുണ്ട്. എന്നാലും ഇപ്പം നമ്മളെല്ലാവരും തീർച്ചയായിട്ടും കുറേ ഗ്രന്ഥങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പണ്ടത്തെ കാലത്തെ പോലെയല്ല, ഇപ്പം മൊബൈലുണ്ട്. മൊബൈലിൽ ഇപ്പോൾ ഉള്ള ആളുകൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഇതിങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കാനാണ്. അതായത് പ്രത്യേകിച്ചും എന്താ പറയുക, നമ്മൾ ഒരു മൊബൈൽ അഡിക്റ്റ് ആയിരിക്കുകയാണ്. മൊബൈലാണ് ഏറ്റവും കൂടുതൽ മനുഷ്യനെ ഇപ്പോൾ അധികം നിയന്ത്രിക്കുന്ന ഏറ്റവും വലിയ സംഗതി. സോഷ്യൽ മീഡിയ, വാട്സപ്പ് ആണെന്നുണ്ടെങ്കിൽ, യൂട്യൂബ് ആണെങ്കിൽ, ഇൻസ്റ്റ ആണെങ്കിൽ, റീലാണെന്നുണ്ടെങ്കിൽ, നമ്മളെല്ലാവരും, നമുക്ക് പലർക്കും അസ്വസ്ഥതയാണ്. വാട്സപ്പിൽ മെസ്സേജ് വന്ന ആ ഒരു മ്യൂസിക് വരും, അപ്പോൾ ഒന്നും അതെന്താ പാര മെസ്സേജ് അയക്കണ ഒരു അത്യാവശ്യമുള്ള ആൾക്കാർ വിളിക്കട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഇത് മാത്രം നമ്മളെന്താ പറയുക, ഒരു യൂട്യൂബിലുള്ള മെയിൻ പ്രശ്നം എന്താ, യൂട്യൂബിലുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള പ്രശ്നം എന്താ, നമുക്ക് നിർത്താൻ കഴിയില്ല. നമ്മളൊരു യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ കുറേ ഫിത്നകളുണ്ടാവും, നമുക്ക് വേണ്ട മാത്രമല്ല കിട്ടുക. നമ്മളെന്താ ഇപ്പൊ ആളുകൾ എന്താ ചെയ്യുന്നത്, ആ സോഷ്യൽ മീഡിയ ഒരു യൂട്യൂബിൽ ഒരു സാധനം കണ്ടുകൊണ്ട് തന്നെ അത് കഴിഞ്ഞ് ഏതാ അടുത്ത നോക്കണം, നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുകയാണ്. നമ്മൾ അടുത്തത് ഏതാ നോക്കേണ്ടത് ഇപ്പൊ തന്നെ തീരുമാനം എടുത്തേക്കാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം തീർച്ചയായിട്ടും നമ്മൾ എന്താ പറയുക നിയന്ത്രിക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മളെല്ലാവരും അഡിക്റ്റാണ്, ആദ്യാളുകൾ. അപ്പോൾ നമ്മളെ കണ്ണുകൾ ഇത്രയധികം അല്ലാഹു അനുഗ്രഹിച്ച ഈ കണ്ണുകളോടുള്ള ബാധ്യത എന്നുള്ള നിലയിൽ നിങ്ങൾ ഇന്നൊരു തീരുമാനം എടുക്കുക. ഞാൻ ഇനി ഈ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കുള്ളൂ എന്നുള്ളൊരു തീരുമാനം നിങ്ങൾ എടുക്കുക ഇൻഷാ അല്ലാഹ്. പിന്നെ അള്ളാഹുവിനെ ആലോചിച്ച് കരയുക. അള്ളാഹുവിനെ ആലോചിച്ച് കരഞ്ഞ കണ്ണുകളും അതുപോലെ അള്ളാഹുവിൻ്റെ വേണ്ടിയിട്ട് കാവൽ നിന്ന കണ്ണുകളും നരകത്തിൽ പ്രവേശിക്കില്ല എന്നുള്ളതാണ്. അതുപോലെ നമുക്ക് നമ്മുടെ അള്ളാഹുവിന്, നേരത്തെ ഞാൻ പറഞ്ഞു, ഈ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും ഭൂമി മാറി അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ കണ്ണുകൊണ്ട് ഈ ദൃഷ്ടാന്തങ്ങളിലേക്ക് നോക്കാൻ കഴിയണം. നമുക്ക് കണ്ണ് തന്നത് അതിനു വേണ്ടിയിട്ടാണ്. നമ്മളെ ദൃഷ്ടാന്തങ്ങളിലേക്ക് നോക്കി അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ പറ്റി അംഗീകരിച്ച് അള്ളാഹുവിന്റെ യഥാർത്ഥ ഇബാദത്ത് എടുത്ത് അള്ളാഹുവിനെ എന്താ പറയുക സാമീപ്യം കരസ്ഥം, അള്ളാഹുവിന്റെ വജീദ് ദർശിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. അപ്പൊ ആ ലക്ഷ്യത്തിനുള്ള ഒരു മാധ്യമം, ഒരു മീഡിയ ആയിട്ടാണ് അള്ളാഹു നമുക്ക് കണ്ണ് തന്നിട്ടുള്ളത്. അപ്പൊ അത് നിർബന്ധമായിട്ടും നമ്മൾ കണ്ണുകളുടെ ബാധ്യത എന്നുള്ളത് നമ്മൾ പുലർത്താൻ ശ്രമിക്കുക. പിന്നെ ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ളത്, നമുക്ക് നമ്മളുടെ കണ്ണുകളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. കണ്ണുകളെ നിയന്ത്രിക്കുക എന്നുള്ളത് ഈ കാലത്ത് പ്രത്യേകിച്ചും നമുക്ക് വളരെ പ്രയാസമുള്ള സംഗതികളാണ്. നമ്മളെ കണ്ണുകളെ നിയന്ത്രിക്കാൻ നമ്മൾ വിചാരിച്ചാൽ പോലും പ്രയാസമാണ്. അതുകൊണ്ട് നമ്മളെന്ത് മനസ്സിലാക്കണം, കാലം കഴിയും തോറും ഫിത്നകൾ വർദ്ധിക്കും. കുറെ കാലം കഴിഞ്ഞാൽ നമ്മൾ കയ്യിൽ കനൽക്കട്ട വെച്ച പോലെ നമുക്ക് ജീവിക്കാൻ കഴിയും, അത്രയും പ്രയാസമായിരിക്കും. നമ്മൾക്ക് ഇപ്പോൾ ഉള്ള പുറത്തുകൂടെ നമ്മളെ ജനങ്ങളുടെ ഇടങ്ങി നടക്കണമെന്നുണ്ടെങ്കിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമാണ്. കണ്ണുകളെ നിയന്ത്രിക്കുക എന്നുള്ളത് തഖ്വയുടെ ഒരു വളരെ പ്രയാസമുള്ള സംഗതി തന്നെയാണ്. നമുക്ക് തന്ന കണ്ണുകളെ തീർച്ചയായിട്ടും സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഔറത്തിനെ സംരക്ഷിക്കുക, നമ്മൾ നമ്മളെ കണ്ണുകളെയും സംരക്ഷിക്കുക. അപ്പൊ ഞാൻ ചുരുക്കി പറയുന്ന ഒന്ന് രണ്ട് സംഗതികൾ വീണ്ടും പറയാണ്. നമ്മളെ കണ്ണ് വളരെ നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷനാണ് അള്ളാഹു തന്നിട്ടുള്ളത്.
അത് വെക്കേണ്ട സ്ഥലത്ത് വെക്കേണ്ട രീതിയിൽ ആണ് വെച്ചിട്ടുള്ളത്. ഒന്ന്, അതിന്റെ പ്രൊട്ടക്ഷൻ വളരെ എന്താ പറയാ സങ്കീർണമായിട്ടുള്ള രീതിയിലുള്ള ഘടനയിലാണ് തന്നിട്ടുള്ളത്. ഒന്ന്. രണ്ടാമത്തത്, കണ്ണിന്റെ അവയവങ്ങൾ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ള മഹാത്മ്യത്തെ പറ്റി പഠിക്കുമ്പോൾ ഒരു സൃഷ്ടാവിലേക്കാണ് മനുഷ്യൻ എത്തിപ്പെടുള്ളൂ, അല്ലാതെ എവിടെ എത്തൂല. അതിന്റെ പിന്നിലൊരു സൃഷ്ടിപ്പ് എന്താ പറയുക, ഇത്രയും സംവിധാനിച്ച ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ളതിനെ മനുഷ്യൻ എത്തിപ്പെടുള്ളൂ. മൂന്നാമത്തത്, ഇതിന്റെ ഫംഗ്ഷൻ വളരെ സങ്കീർണമായിട്ടുള്ളതാണ്. മനുഷ്യൻ ഇപ്പോഴും കുറെ എന്താ പറയുക മനസ്സിലാവാത്ത സംഗതികളുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കിയ സംഗതികൾ ഇത്രയും പരസ്പരം കോർഡിനേഷനാക്കി ചെയ്യുന്ന കുറെ സംഗതികളുണ്ട് എന്ന് നമ്മൾ അറിയുക. അപ്പൊ ഇതെല്ലാം കൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളുടെ കണ്ണുകളെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾക്ക് എങ്ങനെ ചെലവഴിക്കാമെന്ന് നിങ്ങൾ ആലോചിക്കുക. അള്ളാഹു എളുപ്പമാക്കി തരുമാട്ടെ.